ആരെയൊക്കെയാണോ ചുറ്റും കാണുന്നത്, എങ്ങനെയൊക്കെയാണോ അതിനെ കാണുന്നത്, അത് പോരാന്ന് തോന്നുന്നു. ഇന്ന് ആരെയൊക്കെയാണോ നമ്മൾ കേൾക്കുന്നത്, എന്തൊക്കെയാണോ ചുറ്റും കേൾക്കുന്നത്, അങ്ങനെയല്ല കേൾക്കേണ്ടത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കാണാൻ പറ്റാണ്ടാവുമ്പോൾ, ഇഷ്ടപ്പെട്ട രീതിയിൽ കേൾക്കാൻ പറ്റാണ്ടാവുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലല്ല നമ്മൾ ചുറ്റും കാണുന്ന ലോകം നമുക്ക് അനുഭവമാകുന്നത് എന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ സുഖമില്ല എന്ന് പറയുന്നു. ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലാണ്ടാവോ ഈ ചുറ്റുള്ള ലോകം എന്ന് ചിന്തിക്കുമ്പോൾ പേടി വരും. ഇഷ്ടപ്പെട്ട രീതിയിൽ ആവാതിരിക്കാൻ വേറെ ആരോ ആണ് കാരണം എന്ന് തോന്നുമ്പോൾ ആരെയൊക്കെയോ പോയിട്ട് ഉപദ്രവിക്കും. അടിസ്ഥാനം ഇതിനൊക്കെ ഒന്നാണ്, എനിക്ക് വേണമെന്ന് തോന്നുന്ന രീതിയിലല്ല കാണുന്നത് കേൾക്കുന്നത് എന്നുള്ളത്. മാറാൻ എന്താ വഴി? വളരെ ഭംഗിയായിട്ടാണ് ഭാഗവതത്തിലെ കപിലോപദേശം. കപിലൻ അമ്മയെ മുൻനിർത്തി ലോകത്തിന് മുഴുവൻ കൊടുത്ത ഉപദേശം. സാധാരണ എല്ലാവരും പറയും കുറച്ച് അധ്യായങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പറയുന്ന കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ പ്രാവർത്തികമാക്കാൻ മാത്രമേ എന്തുള്ളൂ ബുദ്ധിമുട്ടുള്ളൂ. എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. വിഷമം ഉണ്ടാവാനുള്ള മൂല കാരണം എന്താന്ന് പറഞ്ഞു കൊടുക്കും. ആ പ്രശ്നം തീർത്ത് നേരെയാവാൻ 2-3 തരം വഴികളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഒരു വഴിയിലൂടെ പോയിട്ടും ഇത് നേരെയാക്കാൻ ശ്രമിച്ചില്ലാച്ചാൽ എന്താ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത് അവസാനം പറഞ്ഞു കൊടുക്കും. ഇനി അമ്മ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത്രയുള്ള ഉപദേശം. വിഷമത്തിനുള്ള മൂല കാരണം എന്താണെന്ന് പറഞ്ഞു. അത് നേരെയാക്കാനുള്ള 3-4 വഴികളും പറഞ്ഞു കൊടുത്തു. ഏത് വഴിയിലൂടെ പോയാലും ലക്ഷ്യം ഒന്നാണെന്ന് പറഞ്ഞു. ഇത് ശ്രമിച്ചില്ലാച്ചാൽ ഉണ്ടാവണ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അവസാനം അമ്മ ഇത് വേണ്ടതുപോലെ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കാത്ത വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ട്. തന്റെ അച്ഛൻ നടത്തുന്ന യാഗശാലയിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ക്ലേശം. ആ ക്ലേശമാണ് ആരെ വിഷമിപ്പിച്ചത്? സതീദേവിയെ വിഷമിപ്പിച്ചത്. ഇതുപോലെ നമ്മളെ ഓരോരോ ആഗ്രഹങ്ങൾ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ആഗ്രഹം സാധിച്ചാൽ എല്ലാം നേരെയും. പക്ഷെ വാസ്തവം അങ്ങനെയല്ല. ഓരോ ആഗ്രഹത്തിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോഴും അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള കാട്ടുതീ പോലുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സാകുന്ന ആരൊക്കെ തരുന്നത്. ഈ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും കേട്ടതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മനസ്സിനോട് പറയാം, എപ്പോഴും ശാന്തമായിട്ടിരിക്കുക. എന്താണോ നമ്മുടെ ചുറ്റുപാടുള്ളത് അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മുടെ ചുറ്റുപാടിൽ പലതുള്ളൂ, അതെന്തോ ആവട്ടെ, അതെന്താണെങ്കിലും ഒരു ഈശ്വരൻ തരുന്ന പ്രസാദമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചാൽ മതി. സതീദേവിക്ക് അതൊന്നും പറ്റില്ല. യാഗശാലയിൽ പോയേ പറ്റൂ. എന്ത് പറഞ്ഞിട്ടും കേൾക്കണില്ലാന്ന് കണ്ട സമയത്ത് അവസാനം ശിവനെ എന്ത് ചെയ്തു? മിണ്ടാതിരുന്നു. മൗനം സമ്മതം എന്ന് പറയാറില്ലേ മലയാളികളൊക്കെ. അപ്പൊ തോന്നിയെന്ത്? ഭർത്താവ് മിണ്ടാതിരിക്കുന്നത് ഇതൊരു സമ്മതമായിരിക്കും എന്ന് വിചാരിച്ച സതീദേവി ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു. യതി പ്രതിഷ്യസ്യതിഹായമധ്വജോ ഭദ്രം ഭവത്യ നതതോ ഭവിഷ്യതി സംഭാവിതസ്യ സ്വജനാൽ പരാഭവോ യഥാസത്യോ മരണായ കൽപ്പതേ. മരണശബ്ദം വെച്ചുകൊണ്ടാണ് ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അവിടെ കുതിരയെ കിട്ടിയിട്ടായിരിക്കും. ആ കുതിരയെ കൊണ്ട് ഇദ്ദേഹം ഈ യജ്ഞത്തിന് ഭംഗം വരുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയി ആ അത്രിമഹർഷിയുടെ ഒക്കെ ആശ്രമത്തിന്റെ പരിസരത്തൊക്കെ കൊണ്ട് കെട്ടും. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ടും ഈ യജ്ഞം മുടക്കാൻ വേണ്ടി പല വിധത്തിൽ നോക്കുകയാണ് അദ്ദേഹം. ഇതോട് പല പ്രാവശ്യം യജ്ഞം മുടക്കാൻ നോക്കിയെങ്കിലും ഇദ്ദേഹത്തിന്റെ മകൻ ചെന്ന് ആ കുതിരയൊക്കെ പിടിച്ച് കൊണ്ടുവരുന്ന ഇന്ദ്രനെ ഓടിപ്പിച്ച്. ഇന്ദ്രൻ എങ്ങനെയാണ് എളുപ്പത്തിൽ പോയിട്ട് ഒരു സന്യാസിയുടെ വേഷം ധരിച്ചിട്ടാണ് ഇന്ദ്രൻ പോവുക. അപ്പൊ ആ സന്യാസിയുടെ വേഷം ധരിക്കുമ്പോൾ എല്ലാവരും സ്വീകരണം കൊടുക്കും, ഓടി ഇരുത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആ കുതിരയെ ആരും കൊണ്ടുപോകും. അങ്ങനെ പാകണ്ട വേഷങ്ങളുണ്ടെന്നാണ്, ഇന്നുണ്ട്, കലിയുഗത്തിലുണ്ടെന്നാണ് അങ്ങനെ പറയാം. പലരും കാണാം വേഷം കണ്ട് നോക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല, അല്ലെ? പ്രവൃത്തി കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെ ഇന്ദ്രൻ ഉപേക്ഷിച്ചിട്ടാണ് ആ രൂപങ്ങളൊക്കെ. പ്രായം കൊണ്ടോ വയസ്സുകൊണ്ടോ അവസ്ഥ കൊണ്ടോ മനുഷ്യനെന്ന ഭാവം പോലും പലപ്പോഴും ആവശ്യമില്ല. ഉപനിഷത്തുകളിലൊക്കെ ഗുരുക്കന്മാരായി എത്തുന്നത് പലപ്പോഴും മനുഷ്യരൂപത്തിലുള്ളവർ പോലുമല്ല. ഭാരതത്തിന്റെ മഹാവിതിഹാസ ഗാഥകളിൽ ഏറ്റവും വലിയ ഉപദേശം നൽകുന്നത് ധർമ്മവ്യാഖ്യനാണ്. ഇറച്ചിവെട്ടുകാരനിൽ നിന്നും ജീവിതത്തിന്റെ ഉന്നതമായ ദർശനം ശ്രവിച്ച കഥകൾ നമുക്കുണ്ട്. അപ്പോ
അച്ഛനെന്നോ മകനെന്നോ ഒരു പരിധിയുമില്ലാതെ ഉദാത്തമായ ചില ആശയങ്ങളായി പരിണമിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇവിടെ അച്ഛൻ തരുന്ന ഉപദേശം നമുക്കറിയാം. അച്ഛൻ കൈമാറുന്നത്, മക്കളിലേക്ക് കൈമാറുന്നത് വലിയൊരു പൈതൃകമാണ്. ആ പൈതൃകത്തിൽ ആ കുടുംബം ഇത്രയും കാലം കൈയാളിയിരുന്ന ആ കുടുംബത്തിന്റെ പൈതൃകമായി പിന്തുടർന്നിരുന്ന ചില ചിന്തകളുണ്ട്, ചില മൂല്യബോധങ്ങളുണ്ട്, ചില ആശയധാരകളുണ്ട്, ചില ധാർമ്മിക ജീവിത വ്യവസ്ഥകളുണ്ട്. ഇത്തരം ഒരു കൈമാറ്റത്തിലൂടെയാണ് നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഭൗതികമായ കൈമാറ്റം നാം പലപ്പോഴും വീക്ഷിക്കാറുണ്ട്. അച്ഛനമ്മമാരുടെ സ്വത്തിന് നമ്മൾ അവകാശികളാണല്ലോ, അച്ഛൻ സമ്പാദിച്ചതിന് നമ്മൾ അവകാശികളാണല്ലോ. കുട്ടി ജനിക്കുമ്പോഴേ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അയാൾ ജീവിതത്തിൽ ഉന്നതമായ നിലയിൽ പോകാൻ, അയാൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അയാൾക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, വിവാഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ നാം സ്ഥിര നിക്ഷേപങ്ങൾ ഇട്ട് തുടങ്ങും നമ്മുടെ കുടുംബത്തിന്റെ രീതികളിൽ. അപ്പൊ അയാളെ ജീവിതത്തിൽ കരുത്തു കൊടുക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വമാണ് നാം പുറമെ നിന്ന് കാണുന്ന ഈ വിനിമയം. എപ്പോ നോക്കിയാലും എനിക്ക് വയ്യ, എന്നെ ബന്ധിച്ചു, എന്നെ പറഞ്ഞു, എന്തിനത് പറയണത് ഈ പൊല്ലാപ്പ്? ഇതിലൊക്കെ ബാധിക്കാതെ ഇരിക്കാനുള്ള ആ സാന്നിധ്യവും ശക്തിയും നിങ്ങളിലുണ്ടല്ലോ. ഒരാൾ കുറ്റം പറഞ്ഞു, ആരെ കുറ്റം പറഞ്ഞ്? ഒരാള്. അത് താനാണോ? അല്ല, തന്നെയല്ലേ കുറ്റം പറഞ്ഞ്. അപ്പൊ കുറ്റം പറഞ്ഞതിൽ തെറ്റായിരിക്ക? പറഞ്ഞ ആൾക്കോ കേട്ട ആൾക്കോ? എന്താ മിണ്ടാത്തെ? ആ പറഞ്ഞ ആള് അതിന് പരിഹരിച്ചോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞു, ഡോ താൻ ഇനിയും കുറ്റം പറയടോ, എന്നെ കുറ്റം പറയാൻ തനിക്ക് സാധിക്കുന്നുണ്ടല്ലോ, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുറ്റം പറഞ്ഞ് വായ കഴിക്കുന്നത് വരെ പറഞ്ഞോളൂ എന്ന് പറയാൻ എന്താ വിരോധം? അങ്ങനെ വിരോധമില്ലാതെ കുറ്റം പറയാൻ അനുവദിക്കുന്ന ഒരാളുടെ മനസ്സിനെ പറ്റി എന്ത് പറയണം? നിങ്ങളൊന്ന് പറയൂ. നിങ്ങളെ ഈ പിച്ചത്തരാണ്. അവൻ പറഞ്ഞു, ഇവർ പറഞ്ഞു, വേറെ ഒന്നുമില്ല നിങ്ങൾക്ക്. നിങ്ങളെന്ത് പറയണം, ചിന്തിക്കണം എന്ന് ആലോചിക്കുക. അവനും അവളും പറഞ്ഞത് എന്തിനാ ആലോചിക്കുന്നത്? ശാസ്ത്രങ്ങളിൽ മുഴുവൻ അതാണല്ലോ പറയുന്നത്. ജയകാലേ സത്വസ്യാദേവർഷീം ഗജസോസുരാം തമസോ യക്ഷരക്ഷാംസി തത്കാലാനുഗുണോ ജ്യോതിരാദിരിവാഭാതി സംഘാതാന്ന വിവിച്യതേ വിദന്തി ആത്മാനമാത്മസ്ഥം മഥിത്വാ കവയോ നൃതഃ. ഭഗവാൻ എങ്ങനെയാ? നിങ്ങളുടെ വീട്ടിലെ വിളക്ക് പോലെ ഒരു ബൾബ് ഇട്ടു, അത് പ്രകാശം വന്നു. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ വേണ്ടതൊക്കെ എടുക്കലും വയ്ക്കലും ഒക്കെയായിട്ട് അത് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പം നിങ്ങൾ ഈ പ്രവൃത്തിയിൽ ചെയ്ത പ്രവൃത്തിയിൽ മുഴുവൻ ആ പ്രകാശത്തിനോ ബൾബിനോ വല്ല ബന്ധമുണ്ടോ? എന്താണ് സംശയമില്ല. നിങ്ങളുടെ ബൾബ് വല്ല തരത്തിലും ഇടപെടുന്നുണ്ടോ നിങ്ങളുടെ പ്രവൃത്തിയിൽ? അത് നിങ്ങൾക്ക് വെളിച്ചം കാണിച്ചു തന്നു മാത്രമല്ലേ ഉള്ളൂ. അതുപോലെയാണ് ഭഗവാൻ. ജ്യോതിരാതിരിവാഭാതി സംഘാതാന്ന വിവച്യതേ. അങ്ങനെ ഒരു ജ്യോതി തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പാഞ്ചഭൗതിക സംഘാതമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി വർണ്ണിക്കാൻ പറ്റാത്ത, വിവരിക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യം, ഒരു പ്രകാശം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. നിത്യവും വന്നെൻ്റെ നാവുതൻ്റെ വിദ്യ പഠിപ്പാനും എല്ലാത്തിനും നിത്യവും വന്നെൻ്റെ നാവുതൻ്റെ
എല്ലാവരും കരഘോഷം നടത്തിയ സംഘത്തിന് ശ്രോതാക്കളുടെ ഒരു കൃതജ്ഞത സന്തോഷം അറിയിക്കുക. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ നമഃ പാർവതീപതയേ. അതിനെ തടുത്തില്ല, പറ്റിക്കോ എന്ന ഒരു മനോഭാവം ഭരതനുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം കാട്ടിൽ തപസ്സിന് പോയി. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായതുണ്ട്, ഗൗണമായതുണ്ട്, പ്രൈമറി ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമുണ്ട്, മുഖ്യമായതുണ്ട്. ഇപ്പൊ കാട്ടിൽ തപസ്സിന് പോയി. അപ്പൊ അവിടെ മുഖ്യമായത് എന്താണ്? തപശ്ചര്യ തന്നെയാണ്. അങ്ങനെ തപസ്സിന് പോയി. ആ തപശ്ചര്യയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് നമുക്കറിയാം, ഒരു നിറഗർഭിണിയായിട്ടുള്ള ഒരു മാൻപേടയെ കാണുന്നു. ആ മാൻപേട പ്രസവിക്കുന്നു, സിംഹത്തിന്റെ ആക്രമണം കൊണ്ട് മാൻപേട പ്രസവിക്കുന്നു. ആ കുട്ടിയെ ഭരതരെടുത്ത് വളർത്തി അവസാനം മാനിനെ കുറിച്ച് ചിന്തിച്ച് അടുത്ത ജന്മത്തിൽ ആരായിട്ട് ജനിക്കേണ്ടി വന്നു? മാനായിട്ട് ജനിക്കേണ്ടി. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താ പറയുന്നത്? താൻ എന്തിനാ തപസ് പോയത്? താൻ എന്തിനാ അവനവന്റെ വീടും നാടും വിട്ട് പോയത്? തപസ് ചെയ്യുക. ആ ഒരു വ്യക്തത, ക്ലാരിറ്റി ഓഫ് മൈൻഡ് നിർഭാഗ്യവശാൽ ഭരതന് നഷ്ടമായി. അതോടുകൂടി ജീവിതം, നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? അത് തന്നെ നിങ്ങൾ ആലോചിക്കുമ്പോൾ കാലമായിട്ട് ഒരു അല്പം മുമ്പില്ലാതെ വളരെ സിമ്പിളാ. ഞാൻ പറഞ്ഞ ബാക്കി നിങ്ങൾ പറയും. രാമ 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 പാഹി മാം. പിന്നെ അത്രേ ഉള്ളൂ. രാമപാദം ചേരണേ മുകുന്ദരാമ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം രാമപാദം ചേരുക. രാമപാദം ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? താപത്രയോന്മൂലനം. 3 താപങ്ങൾ മനസ്സിനെ ബാധിക്കും. അപ്പൊ നമ്മുടെ ക്ലാരിറ്റി, നമ്മുടെ ജീവിത ലക്ഷ്യം രാമപാദം ചേരുക. അസ്തിത്വം പരിമിതമാണെന്ന സത്യം മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമുക്ക് ഈ ശരിക്കും മൃത്യുവിനപ്പുറം പോകാൻ കഴിയും. ഈ ബൃഹദാരണ്യ ഉപനിഷത്തില് ഈ യാജ്ഞവൽക്യനും മൈത്രേയും തമ്മിലുള്ള സംവാദത്തില് യാജ്ഞവൽക്യൻ മൈത്രേയോട് പറയുമ്പോൾ ഞാൻ സന്യസിക്കാൻ പോവുകയാണ്, അപ്പൊ എൻ്റെ പ്രോപ്പർട്ടി എല്ലാം നിനക്ക് തരാമെന്ന് മൈത്രേയോട് പറഞ്ഞു. അപ്പോൾ മൈത്രേയി പറയുന്നു, ഇതുകൊണ്ട് എനിക്ക് അമൃതത്വ പ്രാപ്തി കിട്ടുന്നുണ്ട്. അപ്പൊ യാജ്ഞവൽക്യൻ പറഞ്ഞു, അതുകൊണ്ട് കിട്ടില്ല, ഈ പണം കൊണ്ട് കിട്ടുന്നില്ല. പണം കൊണ്ട് സാധാരണ ലോകത്തിൽ വാങ്ങിക്കാൻ കഴിയുന്നതെല്ലാം കിട്ടും, പക്ഷെ അമൃതത്വം ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മൈത്രേയി വിചാരിച്ചു, യാജ്ഞവൽക്യൻ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യം മൈത്രേയിക്ക് തന്നു പോവുകയാണ്. അപ്പൊ എനിക്കതല്ല വേണ്ടത്. അങ്ങ് എന്താണ് ത്യജിക്കുന്നത്, എന്തിനു വേണ്ടി ത്യജിക്കുന്നു, അതാണ് എനിക്ക് ആവശ്യം. എന്നിട്ടാണ് യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ഈ അമൃതത്വത്തിലേക്കുള്ള വഴി ഉപദേശിക്കുന്നു, ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നു. വസതി ലോകത്തിൽ ഒരു അടുക്കളയിൽ നടക്കുന്ന ഒരു ഫിലോസോഫിക്കൽ സ്പിരിച്വൽ ഡിസ്കോഴ്സ് നമുക്ക് ലോകത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. അതുപോലെ ഈ പരീക്ഷത്തിന് മനസ്സിലായി, ശരീരം ഇത്രയേ ഉള്ളൂ, ജീവിതം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പരീക്ഷത്തിന് ഒരിക്കലും
ഈ സംഗീതനോടും ശില്പിയോടും ഒരിക്കലും ദേഷ്യം തോന്നുന്നില്ല. അന്ന് ഇവരും ശാപമായി എടുക്കുമ്പോൾ വാസ്തവത്തിൽ ആ ശാപം മോക്ഷത്തിലേക്കുള്ള കവാടമായി തീരുന്നു. എന്നിട്ടാണ് ഈ അതിൻ്റെ ഉപദേശത്തിൽ തുടക്കത്തിൽ സുഖബ്രഹ്മർഷി പറയുന്നു, ഏതാവാൻ സാഖ്യയോഗാഭ്യം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭം പരപുംസാം അന്തേ നാരായണ സ്തുതി. അപ്പോൾ ഇതിപ്പോ കർമ്മയോഗം വഴിക്കാകാം, ഭക്തി വഴിക്കാകാം, ജ്ഞാനം വഴിക്കാകാം. ജ്ഞാനവും ഭക്തിയും വാസ്തവത്തിൽ ലക്ഷ്യം നോക്കുമ്പോൾ ഒന്നാണെങ്കിലും മാർഗതലത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് ശങ്കരാചാര്യ തന്നെ പറയുന്നുണ്ട്. ഈ അയാളെ നല്ല വീര്യകർമ്മങ്ങളോട് കഴിഞ്ഞതായി സംസ്കാര സമ്പന്നനായിരിക്കുന്നതായ ഒരാളാണ്. പക്ഷെ നിമിഷ നേരത്തെ ആ കുരടയുടെ ദർശനം കൊണ്ട് ആ കുരടയോടൊപ്പം കൂട്ടുകൂടി കഴിയുന്നുള്ള ആഗ്രഹം ഉണ്ടായി. വൃദ്ധരായിരിക്കുന്ന അമ്മേച്ചന്മാരെല്ലാം അങ്ങ് മറന്നു, വൈദികർമ്മങ്ങളെല്ലാം അങ്ങ് വെടിഞ്ഞു, മദ്യപിച്ച് മതോന്മത്തിനായി കാട്ടിനകത്ത് കാലം കഴിച്ചു കൂട്ടാനിടയായി. ആ കുരടയോടൊപ്പം കാലം കഴിച്ചു കൂട്ടുന്നതായ സമയത്താണ് 88-ാമത്തെ വയസ്സിൽ ഒരു 10-ാമത്തെ പുത്രനങ്ങനെ ഇരിക്കാനിടയായി. എന്തോ ഒരു പൂർവജന്മാർഗത സുഹൃതാതിരേഖത്താൽ ആ പുത്രന് നാരായണൻ എന്ന് നാമകരണം ചെയ്യാനിടയായി. 88-ാമത്തെ വയസ്സിൽ ജനിച്ചതായ 10-ാമത്തെ പുത്രനാണ് അവസാനത്തെ ഉണ്ണിയാണ് എന്നുള്ളതുകൊണ്ട് ഈ ഉണ്ണിയോട് എന്തെന്നില്ലാത്ത ആശാഭാഷമായിരുന്നു. എപ്പോഴും ഒടുവിലത്തെ കുട്ടികളോട് അമ്മയച്ചന്മാർക്ക് ഒരു വാത്സല്യം കൂടുമല്ലോ. അരിമപുത്രൻ എന്നല്ലേ പറയും, മൂത്ത പുത്രന് ധർമ്മപുത്രൻ എന്ന് പറയും. അവസാനത്തെ കുട്ടി എന്ത് പറയും, എൻ്റെ അരിമ മകനാണ്, എൻ്റെ വയറ് കഴുകി വന്ന മകനാണ്. വയറ് കഴുകിയിട്ടാത്രേ വന്നു, ഡെറ്റോൾട്ട് കഴുകിയോ ഫിലോട്ട് കഴുകിയോ പറയുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതൃവാത്സല്യത്തിന്റെ മഹത്വത്തെ കാണിക്കുകയാണ്. എൻ്റെ മകനാണ്, എൻ്റെ ഒടുവിലത്തെ മകനാണ്. ഒരു ആഗ്രഹവും വാത്സല്യം എല്ലാം കൂടും. ഈ ഒടുവിലത്തെ ഉണ്ണിയാണ് ഈ നാരായണൻ എന്നുള്ളതുകൊണ്ട് നാരായണനോട് എന്തൊന്നില്ലാത്ത വാത്സല്യമായിരുന്നു. നാരായണ വന്നോ, നാരായണൻ കിടന്നോ, നാരായണൻ കഴിച്ചോ, നാരായണൻ എവിടെ പോയേ, നാരായണൻ ഇവിടെ വരൂ, നാരായണൻ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് നിത്യേന 21,000 നാരായണ നാരായണ എന്ന തിരുനാമത്തെ കീർത്തിക്കുവാൻ ഇടയായി ഈ അജാമളൻ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുകയാണ് ഈ അജാമളന്റെ പ്രാരബ്ധകർമ്മം തീരാറായ വേളയിൽ ഈ അജാമളന്റെ യാതനാ ശരീരത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കാലഭടന്മാരെ അങ്ങ് വന്നു. ഈ പാപം ചെയ്തിരിക്കുന്നതായ ജീവന്മാർക്ക് കാലഭടന്മാരെ 5 നിമിഷത്തിൽ അങ്ങ് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുവാൻ സാധിക്കുമത്രേ. എങ്ങനെ ഈ കാലഭടന്മാർ വരുന്നത്? കാലഭടന്മാരുടെ വാഹനം ഏതാ? പോത്തും പുറത്ത് വളരെ കൃത്യമായി കണ്ട പോലെയൊക്കെ പറയുന്നത്. പോത്തും പുറത്ത് അവർ ആയുധങ്ങൾ എന്തൊക്കെയാണ്? സഭാഷകസ്ഥാൻ പ്രീന്ദ്രിഷ്ട്വാം, കാലഭാഷത്തെ കയ്യിലേന്തിക്കൊണ്ട്, കാല രണ്ടിനെ കയ്യിലേന്തിക്കൊണ്ട് എടുത്തു പിടിച്ചിരിക്കുന്നതായ രോമരാജികളോടുകൂടി, ഉരുട്ടി വീഴ്ചിരിക്കുന്നതായ കണ്ണുകളോടുകൂടി, കൂർത്തുമൂർത്തതായ ദംഷകളെല്ലാം കാണിച്ചുകൊണ്ട് ആര് കണ്ടു കഴിഞ്ഞാലും ഭയപ്പെടുന്നതായ ഉഗ്രമൂർത്തികളായ ഭയങ്കരന്മാരായിരിക്കുന്ന ഈ കാലഭടന്മാരെ കണ്ടതായ വേളയിൽ ഭയചകിതനായി അജാമളൻ തൻ്റെ ഉണ്ണി ഇത് കണ്ട് ഭയപ്പെടുമോ എന്ന് ശങ്കിച്ച് തൻ്റെ ഉണ്ണിയോടുള്ളതായ വാത്സല്യത്താൽ ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണാഹയം, നാരായണ വരൂ എന്ന് നീട്ടി വിളിച്ചതായ വേളയിൽ നിശമ്യമയമാനസ്യ ധ്വരോ ഹരികീർത്തനം ഭക്തുർനാമ മഹാരാജ പാർഷദാസഹസാപദൻ. ആ നാരായണ എന്നുള്ളതായ 4 അക്ഷരം 4 സ്വരൂപമുണ്ട പോലെ 4 പാർഷദന്മാരെ ചാടി വീഴുകയാണ്. ഭക്തുർനാമ മഹാരാജ, ഹേ മഹാരാജൻ പരിഷിതേ, ശങ്കിക്കേണ്ടതില്ല. പാപകർമ്മങ്ങൾ പ്രാരബ്ധങ്ങൾ പലതും ഭവിക്കാനിടയായല്ലോ. 4 ദിവസം മുമ്പ് വിശപ്പും സഹിക്കവയ്യാതെ ഒരു മഹർഷീഷിന്റെ കഴുത്തിൽ ചത്തപാമ്പിനെ എടുത്തിടാൻ ഇടയായി തീർന്നില്ലേ? നരകം അനുഭവിക്കേണ്ടി വരില്ലേ? ശങ്കിക്കേണ്ട. നാരായണ എന്നതായ 4 അക്ഷരം നാവിലുണ്ടോ? കാത്തുരക്ഷിക്കാൻ ഒരാളുണ്ട്, കാത്തിരിക്കാൻ ഒരാളുണ്ട്. ഒരിക്കലും ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളിലുണ്ടായ മാറ്റം, അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. നിന്നെ ഞാൻ രക്ഷിക്കില്ല, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യില്ല, ദുര്യോധനനെയോ അപ്പുറത്തുള്ളവരെയോ കൊല്ലാൻ എൻ്റെ കയ്യിലുള്ള ചക്രം ഞാൻ അയക്കില്ല. അർജുന, യുദ്ധം ചെയ്യേണ്ടത് നീയാണ്. വേണമെങ്കിൽ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിത്തരാം, അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞു തരാം, ഞാൻ യുദ്ധം ചെയ്യില്ല. കാരണം എനിക്ക് ശത്രുക്കളുമില്ല, മിത്രങ്ങളുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. നിന്നെ ഉദ്ധരിക്കേണ്ടത്, നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കേണ്ടത്, നിന്റെ സംസ്കാരത്തെ ഉദ്ധരിക്കേണ്ടത്, നിന്റെ സമൂഹത്തെ ഉദ്ധരിക്കേണ്ടത്, നിന്റെ രാഷ്ട്രത്തെ ഉദ്ധരിക്കേണ്ടത്, നിന്നെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ ഉദ്ധരിക്കേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ്. അർജുന, ഒന്ന് കേൾക്കുക.
അതാണ് രാമായണത്തിൽ ശ്രീരാമനെ കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും 10 വരികൾ പഠിക്കണമെന്ന് ജെഫ്രി ആംസ്ട്രോങ് എന്ന കവീന്ദ്ര ഋഷി പറഞ്ഞത് മഹാഭാരതത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി, ഞാൻ ഈ സദസ്സിൽ പണ്ട് മുതൽക്കേ പറയാറുള്ളത് മാതിരി 60,000 ശ്ലോകങ്ങൾ, കഥകളാണ്. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മുമ്പിലിരിക്കുന്നവരെ, നിൽക്കുന്നവരെ, എണ്ണി എത്ര കഥ മഹാഭാരതത്തിലുള്ളത് നിങ്ങൾക്കറിയാം. ഒരു 5 വരി, 6 വരി, 7 വരി, 10 വരിയിൽ താഴെ ഈ കഥകളൊന്ന് നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മഹാഭാരതം മുഴുവനും വായിക്കണ്ട, പറയാൻ പറ്റില്ല എന്ന് പറയും. സാധാരണ അവർ തടുക്കാൻ കേൾക്കുന്നവരേ ഉള്ളൂ. ഈ വന്നവർ അവർക്ക് തടുക്കാവുന്നവരല്ല. മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധി പോലും ഈ സനാദികൾ മൂലമാണ് എന്ന് മഹാവിഷ്ണു തന്നെ പറയുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ദ്വാരപാലന്മാർ ചെയ്ത തെറ്റ് വാസ്തവത്തിൽ എൻ്റെ തെറ്റാണ്, അവർക്ക് കൊടുത്ത ശിക്ഷ നന്നായി. നിങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതം കൊണ്ടും പ്രയത്നം കൊണ്ടും പ്രചാരം കൊണ്ടുമാണ് എനിക്കുള്ള പ്രസിദ്ധി എന്നൊക്കെ മഹാവിഷ്ണു അവരെ പറഞ്ഞ് സ്വാഗതം ചെയ്ത് ക്ഷമയാചിക്കുന്നുണ്ട്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ ഒരു ഭാഗത്ത് നിർത്തി, ജയവിജയന്മാരെ ഇപ്പുറത്ത് നിർത്തി, സനകാദികളെ അപ്പുറത്ത് കൊണ്ടുവന്ന് ഒരു സംവാദം രചിച്ച് തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പരമഹംസന്മാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, വേദവ്യാസ മഹർഷിക്കേ പറ്റുള്ളൂ. അതുപോലെയുള്ളവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെയുള്ള പരമഹംസ പദത്തിൽ ഉള്ളവർ വേണം. അശബൻ കുപിതാ ഏവം യുവാം വാസം നചാർഹത രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷഃ പാപിഷ്ഠാം ആസുരീം യോനിം ബാലിശൗ യാതമാശ്വത. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? മനസ്സിൻ്റെ ചരിത്രമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അവിടെ ചെന്ന് തടുത്തു നിർത്തിയപ്പോൾ അവരാണ് ശപിച്ചത്. നോക്കൂ, ഇത് വൈകുണ്ഠമാണ്. ഇവിടെ വരുന്നവരെ രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷഃ. ഇവിടെ വരുന്നവർക്ക് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവരുത്. അതൊക്കെ സത്വഗുണത്തിൽ മുങ്ങിപ്പോയി പരിപൂർണമായ പവിത്രത വന്നവരാണ് വൈകുണ്ഠത്തിലേക്ക് വരിക. ആ വൈകുണ്ഠത്തിൽ വന്നവരെ ഞങ്ങളെപ്പോലെയുള്ളവർ പോകുമ്പോൾ സ്വാഗതം ചെയ്ത് പ്രത്യേകമായി മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. നിങ്ങൾ ചെയ്തത് എന്താ? കിടക്കരുതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം അപവിത്രതയും അജ്ഞാനവും ഉണ്ട്. നല്ലവരെ പോലും തടുത്തു നിർത്തുന്ന ഒരു ദുഷ്കൃത്യമാണ് നിങ്ങൾ ചെയ്തത്. ഇത് ഈ വൈകുണ്ഠത്തിനോ വൈകുണ്ഠാധിപതിക്കോ ചേരുന്നതല്ല. ഇത് പറയാൻ ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും താഴത്ത് പോയി പാപയോനികളിൽ ജനിക്കൂ എന്ന് പറഞ്ഞ് ശപിച്ചു.
നിൽക്കുന്നു, ഇത് കഴിഞ്ഞാലോ നമ്മൾ പോകും. വാസ്തവത്തിൽ ഈ വരുന്നതിനെ പറ്റി നമുക്ക് ചിന്തയുണ്ടെങ്കിലും പോകുന്നതിനെ പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ രസം. കൂടെയുള്ളവരൊക്കെ പോകുന്നത് കണ്ടാൽ പോലും നമ്മളും നാളെ ഒരു സമയത്ത് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്നൊരു ചിന്ത നമ്മൾ ആരെയും കാണുന്നു ചിലർ പലതുമ്പായം കാണുന്നില്ല മരിക്കുന്നില്ലെന്നും താങ്കിലും ഒരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണും. നമ്മളാരും പോവില്ല എന്നാണ് ഇപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ശരിയില്ലേ? നമ്മളതിനെ പറ്റി പോവില്ല എന്നല്ല, ഇപ്പൊ പോകുന്നുള്ള ചിന്തയില്ല. ഇന്ന് എന്ന് ആരും വിചാരിക്കാറില്ല. ആ കാര്യത്തിൽ വാസ്തവത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല. പോരുന്ന സമയത്ത് വൈകിട്ട് കാണാട്ടോ, ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോരുക. പക്ഷേ യാതൊരു ഉറപ്പില്ലല്ലോ. എന്തിന് ഈ സത്സംഗത്തിലും മുഴുവനായിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാമോ അടുത്ത നിമിഷം ഉച്ചയ്ക്ക് ഒന്നാമെന്നോ പോലും ഒരു കാര്യത്തിന് ഗ്യാരണ്ടി ഇല്ലല്ലോ. പക്ഷേ എന്നാലും അതിനെപ്പറ്റി ആലോചിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 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 ഈ മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിൽ, മഹാഭാരതത്തിലെ ഒരു കഥയാണ് യക്ഷപ്രശ്നം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. അവിടെ ഈ വെള്ളം കുടിക്കാൻ പോകുന്ന പാണ്ഡവരെ, പ്രത്യേകിച്ച് അത് ദൃഷ്ടദ്യുമ്നനെ ഒരു യക്ഷൻ, ധർമ്മദേവൻ തന്നെ യക്ഷന്റെ രൂപത്തിൽ വന്ന് അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് ചോദ്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യം എന്താണ്? അത് ധർമ്മപുത്രർ പറയുന്ന ഉത്തരവാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത് കണ്ടിട്ടും തനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് നമ്മളാരും വിചാരിക്കില്ല. ഇതിനെ മുമ്പുള്ളവരൊക്കെ ശ്മശാന വൈരാഗ്യം എന്നൊക്കെയാണ് പറയുക. കുറച്ച് കാലത്തേക്ക് മാത്രം നമുക്ക് ഉണ്ടാകുന്ന ഒരു ബോധ്യമാണ്. കുറച്ച് സമയം ഉണ്ടാകുന്ന വൈരാഗ്യം. എപ്പോഴാണ് കൂടുതൽ ഉണ്ടാകുന്നോ? ഈ ശ്മശാനത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്താണ്. ശ്മശാനത്തിൽ പോയിട്ട് അവിടെ അങ്ങനെ കൂടെ ഇത്ര കാലം ജീവിച്ചിരുന്ന ഒരാളുടെ മൃതദേഹം അങ്ങനെ കൊണ്ട് വെച്ച് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ തടിക്ക് കൈ കൊടുത്ത് പറയും, അർത്ഥം മനുഷ്യൻ ഇത്രേ ഉള്ളൂ എല്ലാ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ അവിടുന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോകും. പിന്നെ വീണ്ടും അപ്പടെ ഞാനെന്നുള്ള ഭാവത്തിലാണ്. ശേഷം പാർത്ഥായ പ്രതിബോധിക, പാർത്ഥനെ പ്രതിബോധിക്കാൻ വേണ്ടിയിട്ട് ആ വാക്കിന് വളരെ വളരെ ആഴത്തിലുള്ള അർത്ഥമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് പാർത്ഥന്റെ അവസ്ഥയിലാണ് അഭിനവ അർജുനന്മാരാണ് എന്താണ് മിക്കവാറും എല്ലാം. ഇതുകൊണ്ട് പല ജീവിത പ്രശ്നങ്ങളിൽ തട്ടിമുട്ടി എങ്ങനെ മുമ്പോട്ട്, പ്രത്യേകിച്ച് ആദിദൈവികം ആയ അനേകം തടസ്സങ്ങളും ഉൾപ്പെടെ പല തടസ്സങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കുന്ന മോഡേൺ അർജുനന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അതുകൊണ്ട് പാർത്ഥായ പ്രതിബോധിത എന്ന് പറയുമ്പോൾ മധ്യമ പാണ്ഡവനായ അർജുനന് വേണ്ടിയിട്ട് മാത്രം ഉപദേശിക്കപ്പെട്ടത് നല്ല. കാരണം നമുക്ക് ആഗോള തലത്തിൽ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് ഭഗവത്ഗീതയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് എത്രയോ മഹാത്മാക്കളുടെ ഭഗവത്ഗീതയെ പറ്റിയുള്ള കമന്റ്സ് ഭഗവത്ഗീതയുടെ ബുക്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആഗസ്റ്റ് എക്സലി അതുപോലുള്ള എത്രയോ വലിയ വലിയ ഫിലോസഫേഴ്സ് ഭഗവത്ഗീതയെ എത്രമാത്രം വീഴ്ത്തി പറഞ്ഞു. എങ്ങനെയാണ് അവരവരുടെ ജീവിതം, പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ ഭഗവത്ഗീത എങ്ങനെയാണ് പ്രസക്തമായതൊക്കെ സമയക്കുറവ് നമുക്കതൊന്നും ഉദ്ധരിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. ഒരുപാട് ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായ ഉദ്ധരണിയാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വരുമ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് തന്നെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നതാണ്, എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ ഞാൻ ഭഗവത്ഗീതയിലേക്കാണ് തിരിയുന്നത്. എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു വരി ഭഗവത്ഗീതയിൽ ഉണ്ടാകും. ഉറപ്പായ
ബ്രഹ്മാവിന് പോലും സാധിക്കാത്തതാണ് ബലിക്ക് സാധിച്ചതെന്നാണ്. അതെന്താ? ബ്രഹ്മാവിന് പോലും 2ാം സ്ഥാനമാക്കിയതല്ല. അതെങ്ങനെയാ? ബ്രഹ്മാവിന് ഭഗവാന്റെ പാദം കഴിക്കാൻ പറ്റിയത് 2ാമതാണ്. കാരണം ആദ്യം ആര് കഴിക്കൽ കഴിഞ്ഞു? മഹാബലി. അതിനുശേഷമാണല്ലോ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് ജലാഭിഷേകം ചെയ്യാൻ, തീർത്ഥാഭിഷേകം ചെയ്യാൻ ആർക്ക് സാധിച്ചത്? ബ്രഹ്മാവിന് പോലും. അപ്പൊ അവിടെ ഭഗവാൻ വന്ന സമയത്ത് ഭഗവാന്റെ പാദങ്ങളെ കഴുകിച്ച് സ്വീകരിച്ചുകൊണ്ട് മഹാബലി ഇതാ ഭഗവാനോട് ചോദിക്കുന്നു, എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? സ്വാഗതം തേ. ഭഗവാനെ സ്വാഗതം ചെയ്തുകൊണ്ട്, എന്നാൽ ഭഗവാനാണെന്ന് അറിയാതെയാണ്. കാരണം ഭഗവാനെ കണ്ടാൽ അറിയാത്തതായിട്ടൊരു അജ്ഞാനം ആരുടെ ഉണ്ടായി? ബലിയുടെ ഉള്ളിലുണ്ടായി. ഭഗവാൻ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, തന്നെ മനസ്സിലാവുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു. വന്ന സമയത്ത് തന്നെ ഭഗവാൻ ഉള്ളിൽ വിചാരിച്ചിട്ടുണ്ട് ഇയാൾക്ക് മനസ്സിലാവരുതെന്ന്. പിന്നെ എങ്ങനെയാ മനസ്സിലാവും? അതാണ് മായാമാണവോ ഹരി അവിടെ പറയുന്നുണ്ടായി. അപ്പൊ ഭഗവാൻ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ലോകത്തിന് എന്നെ കണ്ടാൽ അത്ര എളുപ്പം മനസ്സിലാവരുത്. അതുകൊണ്ടാണ് ഇന്നും ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത്. ഇന്നും ലോകത്തിന് വാമനമൂർത്തിയെ മനസ്സിലായിട്ടില്ല. വാമനമൂർത്തി തന്റെ ആ മായ കൊണ്ട് അല്ലെ മഹാബലിക്ക് തന്റെ രൂപം വ്യക്തമാവരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇനി വ്യക്തമാവാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ മഹാബലിക്ക് മഹാബലിയുടെ അടുത്ത് വന്നപ്പോ ഭഗവാനെ മനസ്സിലായി, ഇത് എന്നെ വേണ്ട പോലെ ഇറങ്ങിയിട്ടില്ല. അരോ ബ്രാഹ്മണതായാത, അല്ലോ ബ്രാഹ്മണകുമാരാന്ന് വിളിച്ചിട്ടാണ് സ്വീകരിക്കുന്നതും പാദം കഴിക്കുന്നതും. അതൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമായി എന്നാണ്. കാരണം ആ സ്വീകരണവും. പിന്നെയോ ഭഗവാന്റെ മുമ്പിൽ പറയുന്നുണ്ട്, അദ്യന പാപിതങ്കുലം അദ്യ സ്പൃഷ്ടകൃതരയം യത് ഭഗവാനാഗതോ ഗൃഹാൻ. അങ്ങയുടെ വരവ് കൊണ്ട് എന്റെ ഈ ജന്മവും ഈ കുലവും ഈ യാഗശാലയും ഈ ലോകം തന്നെ പവിത്രീകൃതമായിട്ട് തോന്നും. ഇനി എനിക്ക് ഈ ജന്മത്തിൽ വേറൊന്നും വേണ്ട എന്നുള്ള ഭാവത്തിലാണ് മഹാബലി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നത്. കടന്നുപോവുകയും ജീവിത വിജയത്തെ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്യാഗത്തിൽ തുടങ്ങണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി പോലും ശരിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശാസ്ത്രീയമായി ശരിവെക്കുന്നത് എന്തോ വലിയ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ആധുനിക കാലഘട്ടത്തിലും അത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം. മറ്റൊരു വസ്തുത, മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഭാരതത്തിന്റെ ആധ്യാത്മികരുടെ ഒരു മനുഷ്യാകൃതി കൂട്ടാൻ, ആധുനിക കാലത്ത് മനുഷ്യാകാരം കൂട്ടാൻ, അത് സ്വാമി വിവേകാനന്ദനെ അദ്ദേഹത്തിന്റെ രൂപമായിരിക്കും ഖനീഭവിച്ച ഭാരതം എന്ന് അറിയപ്പെടുന്ന വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹം തന്റെ പാശ്ചാത്യ പര്യടന സമയത്ത് പടിഞ്ഞാറ് നാട്ടിലെ ഏറ്റവും വലിയ ദാർശനികനും ചിന്തകനും നാസ്തികനുമായിട്ടുള്ള ചാർവാകനുമായിട്ടുള്ള ഇംഗർസോളിനെ കണ്ടുമുട്ടി. ഇംഗർസോൾ 50 വയസ്സിലേറെ പ്രായമുള്ള പ്രൗഢനായിട്ടുള്ള വ്യക്തി, വിവേകാനന്ദ സ്വാമി 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു യുവാവ്. ഇവർ തമ്മിൽ പാശ്ചാത്യ ദേശത്ത് വെച്ച് പരസ്പരം കണ്ടുമുട്ടി. ഇപ്പൊ ലോകം ഇവരുടെ സംവാദത്തിന് കാതുകൊടുത്തു. ഒരുപക്ഷെ ലോകത്ത് നടന്ന ഏറ്റവും മഹത്തായ ഒരു സംവാദമായിട്ടാണ് മാറി.
Thank you.
കൽമശകരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുങ്കിൽ അവതാരമായി. കൽമശകരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുങ്കിൽ അവതാരമായി. മോഹത്തിൽ പെട്ടു ഘടർ മോഹിച്ചു മരുമ്പോൾ രോഹിണി നക്ഷത്രത്തിൽ അവതാരമായി. മരുമ്പോൾ രോഹിണി നക്ഷത്രത്തിൽ അവതാരമായി. ദുഷ്ടജനകരനായി ശിഷ്ടജനപാലകനായി ഇഷ്ടവേശനായ കണ്ണനവതാരമായി. ദുഷ്ടജനകരനായി ശിഷ്ടജനപാല
നിങ്ങൾക്കെല്ലാവർക്കും ഭക്തി നിറഞ്ഞ് കഴിഞ്ഞ് തുമ്പി എന്ന് പറയുന്നത് ഗോവിന്ദനാമ സങ്കീർത്തനം